അപ്പോൾ ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈറ്റിംഗ് ചാലഞ്ചാണ്. നമുക്ക് നേരെ എടുക്കുക. റൗണ്ട് നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് നല്ല ഫ്രഷ് കോവയ്ക്കാണ് ഉണ്ടായിട്ടുള്ളത്. വീട്ടിലുണ്ടാക്കി നോക്കാം. നാവ് താങ്ങും ചോക്കണ്ട. പൊരിച്ചിടുന്നുണ്ട്, പക്ഷെ ഞാൻ തിന്നിട്ടില്ല കേട്ടോ. ഉപ്പരി കഴിച്ചിട്ടില്ലേ? അടിപൊളി. അപ്പോൾ അടുത്ത റൗണ്ട് നമുക്ക് ഇതെന്താ നോക്കാം. മാങ്ങ ഉപ്പുമാവ് ഇട്ടതാണ്. പണിയാവോ? അല്ലപ്പുണ്ട്, നല്ല എരിവുണ്ട്. ഇവിടെ മസാല മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മുക്കളഞ്ഞ് മുക്കിക്കോ. നമുക്കിനി മൂന്നാമത്തെ റൗണ്ടിലേക്ക് എന്താണൊക്കെ ഉണ്ടാക്കാം. ചക്കൻ്റെ ഒരു ചോളുള്ളൂ. അങ്ങനെയാണ് പഴുത്തിട്ടില്ല. പൊരിക്കാനുള്ള ഇതുണ്ട്. കുഴപ്പമില്ല. തോല് കടിച്ചു. ഉണ്ടായിരിക്കും. അയ്യോ, എൻ്റെ കൈ പോയി. നല്ല മധുരം നമുക്ക് നാലാമത്തെ റൗണ്ടിലേക്ക് പോവാം. നാലാമത്തെ റൗണ്ടിലേക്ക് എത്തി. നമുക്ക് നോക്കാം. തക്കാളിയാണ്. ഇതെന്താ കുഞ്ഞി തക്കാളി ഉള്ളൂ. എനിക്കാണ് വലിയ കഷ്ണം. തിന്നാനും ഇവിടെ ടേസ്റ്റ് നോക്കാം. നമുക്ക് അഞ്ചാമത്തെ നോക്കുക. റൗണ്ടിക്ക് വന്നാണ്. തക്കാളി വെച്ചിട്ട് ആയിരം വെക്കാം. ആ ചോരയാണ്. ഞാനൊക്കെ അഞ്ചാമത്തെ റൗണ്ട് തുറന്നു. ഇതെങ്കിലും ഒന്ന് ഭാഗ്യം കിട്ടിയാൽ തുറന്നോക്കാം. കേക്കാണ് നമുക്ക് കിട്ടിയത്. തിന്നോ. നല്ല സോഫ്റ്റായിട്ട്. നല്ല സോഫ്റ്റ് കേട്ടോ. വലുതാണ്, നല്ല വലുതാണ്. അയ്യോ സൂപ്പറാ. ഇതുവരെയായിട്ട് കഴിയില്ലേ? സോയൊക്കെ മാറി. ഫൈനൽ റൗണ്ടിലേക്ക് വന്നിട്ടാണ്. നമുക്ക് എന്താന്ന് നോക്കാം. നേരത്തെ തന്നെ നല്ല ഇതായിരുന്നു. നമുക്ക് തിന്നാം. ഉപ്പാണ് ഉപ്പൻ്റെ ഉപ്പാണ്. അതെ, ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കും. നല്ലപ്പ് നല്ല അടിപൊളിയുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. ഫൈനലിക്ക് നല്ല ഉപ്പ്. പക്ഷെ ലാസ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു. മധുരല്ലേ, കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് ലാസ്റ്റിക്ക് പണി വന്നത്. പക്ഷെ ഇതിൽ കൂടുതലായിട്ടും ഹെൽത്തി ഫുഡ് വന്നിട്ടുണ്ട്. തക്കാളി, ചക്ക, പിന്നെ അതുപോലെ തന്നെ എന്താണ് കോവക്ക വന്നു. അങ്ങനെ കുറച്ച് ഹെൽത്തി സാധനങ്ങളൊക്കെ വന്നത്. പിന്നെ ഒരു കേക്കും വന്നു. നല്ല കേക്കും. പിന്നെ നമ്മുടെ ചക്ക മധുരമായിട്ടുണ്ട്. പിന്നെ മാങ്ങയും ഒക്കെയാണ് വന്നത്. അപ്പോൾ ഇതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോ കാണുന്നവരെ കേട്ടോ.